ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ യൂണിറ്റ് 2ലെ ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിലെ ഫസ്റ്റ് പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് പാർട്ട് 1 ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ അത് കണ്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഭാഗത്തേക്ക് വരിക, പാർട്ട് 2ലേക്ക്. പാർട്ട് 1ൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? ഡൊമസ്റ്റിക് ആനിമൽസിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ്, ആ ഡൊമസ്റ്റിക് ആനിമൽസ് നമുക്ക് എന്തൊക്കെയാണ് തരുന്നത് എന്നൊക്കെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പാർട്ട് 1ൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡിന്റെ വൈവിധ്യങ്ങളാണ്, ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പ്രേയിങ് മാൻറ്റിസും ഉണ്ട്, ഒരു ബട്ടർഫ്ലൈയും ഉണ്ട്. ഓക്കെ, പ്രേയിങ് മാൻറ്റിസ് എന്താണ് പറയുന്നത്? ആൻസ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. പ്രേയിങ് മാൻറ്റിസ് പറയാണ്, ഉറുമ്പുകളും ചെറിയ പ്രാണികളുമാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ ബട്ടർഫ്ലൈ എന്താണ് പറയുന്നത്? ഐ ലൈക്ക് ഇത് സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈ പറയാണ്, ഫ്ലവേഴ്സിലുള്ള തേനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ബട്ടർഫ്ലൈ പറയുകയാണ്. അപ്പം നമുക്കിവിടെ നോക്കാം. ഹാവ് യു റെഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് മാൻറ്റിസ് ആൻഡ് ബട്ടർഫ്ലൈ? വാട്ട് ഡിഡ് ദേ സേ? ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് എ ഫ്യൂ അതർ ക്രീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ. അപ്പം നമുക്ക് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിലേക്ക് എന്താണ് എഴുതേണ്ടത്? ഏതൊക്കെ ക്രീച്ചേഴ്സ് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പം നമ്മളിവിടെ കോൺവെർസേഷൻ വായിച്ചു. പ്രേയിങ് മാൻറ്റിസ് പറയുന്നത് ഉറുമ്പിനെയും ചെറിയ പ്രാണികളെയുമാണ് ഞാൻ കഴിക്കുന്നതെന്ന്. ബട്ടർഫ്ലൈ എന്താണ് പറയുന്നത്? ഞാൻ പൂവിലുള്ള തേനാണ് കഴിക്കുന്നതെന്ന്. ഓക്കെ, ഇതാണ് കോൺവെർസേഷൻ. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ടേബിളിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൽ എഴുതേണ്ടതെന്ന് നോക്കാം. അപ്പം ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ ഒരു സെക്ഷനിൽ ക്രീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അടുത്ത സെക്ഷനിൽ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് എന്ത് ഫുഡൊക്കെയാണ് കഴിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൗ. കൗ എന്താണ് കഴിക്കുന്നത്? ഹെർബ്സ്, ഗ്രാസ്, ഗ്രെയിൻസ്, ഷ്രബ്സ്. ഓക്കെ, അതേപോലെ ക്രോ. കാക്ക എന്താ കഴിക്കുന്നത്? സ്മോൾ ഇൻസെക്ട്സ്, ഗ്രെയിൻസ്, സ്മോൾ ക്രീച്ചേഴ്സ് എക്സെട്ര. ഇവിടെ സ്മോൾ ഇൻസെക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന ചെറിയ പ്രാണികളാണ്. സ്മോൾ ക്രീച്ചേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാക്ക ഈ ചത്ത എലീനെയൊക്കെ കഴിക്കും. ഓക്കെ, അതാണ് സ്മോൾ ക്രീച്ചേഴ്സ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എലിഫന്റ് എന്താണ് കഴിക്കുക? ഷുഗർ കെയിൻ, ഷ്രബ്സ്, ജാക്ക് ഫ്രൂട്ട് എക്സെട്ര. സ്ക്യൂറൽ, അണ്ണാൻ എന്താണ് കഴിക്കുക? ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. ഹെൻ, കോഴി എന്താ കഴിക്കുക? ഇൻസെക്ട്സ് ആൻഡ് ഗ്രെയിൻസ്. ഈഗിൾ എന്താ കഴിക്കുക? ഫിഷസ് ആൻഡ് സ്മോൾ ആനിമൽസ് ലൈക്ക് സ്നേക്ക്, റാറ്റ് എക്സെട്ര. കിങ്ഫിഷർ, പൊന്മാൻ എന്താണ് കഴിക്കുക? ഫിഷിനെയാണ് കഴിക്കുക. ഓക്കെ, പിന്നെ ഫ്രോഗ്, തവള എന്താ കഴിക്കുക? ഗ്രാസ് ഹോപ്പർ, സ്മോൾ ഫിഷസ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ക്രീച്ചേഴ്സ് ഡിഫറെന്റ് ഫുഡ്സ് ആണ് കഴിക്കുന്നത്. അതിന്റെ ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് നോക്കാം. വിച്ച് എമംഗ് ദ ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് പ്ലാന്റ്? എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ ക്രീച്ചറുകളാണ് ചെടിയുടെ ഭാഗങ്ങൾ കഴിക്കുന്നത്? അപ്പൊ ചെടീനെ മെയിൻ ആയിട്ട് കഴിക്കുന്ന ആനിമൽസിന്റെ പേര് എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? കൗ, എലിഫന്റ്, സ്ക്യൂറൽ. ഓക്കെ, വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ്? മാംസം മാത്രം കഴിക്കുന്ന ക്രീച്ചറുകൾ ആരൊക്കെയാണെന്ന്, മാംസാഹാരികൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈഗിൾ, കിങ്ഫിഷർ, ഫ്രോഗ്. ഓക്കെ, ഇവയെല്ലാം എന്താണ് കഴിക്കുന്നത്? മാംസമാണ് കഴിക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ കൂടെ ടൈഗർ, ലെപ്പേർഡ് അതൊക്കെ എഴുതാം. വിച്ച് ക്രീച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്? ഏതൊക്കെ ക്രീച്ചറുകളാണ് പ്ലാന്റ് മെറ്റീരിയലും കഴിക്കും മീറ്റും കഴിക്കുന്നത്? ക്രോ കഴിക്കും, ഹെൻ കഴിക്കും. ഓക്കെ, the creatures which eat only plants are called herbivore.
ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പോവുകയാണ്. നമ്മൾ അക്കോർഡിംഗ് ടു ദ സോഴ്സ് ഓഫ് ഫുഡ് ആനിമൽസ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 3, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്രീച്ചേഴ്സിനെ. എന്ത് ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് എന്ന ബേസിസിൽ. അപ്പം പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ക്രീച്ചേഴ്സിനെ നമ്മൾ എന്താണ് പറയുക? ഹെർബിവോർ എന്ന് പറയും. ഓക്കെ, ദി ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് ആർ കോൾഡ് ഹെർബിവോർസ്. ഓക്കെ, the creatures that eat only meat is called carnivores. Okay, അപ്പം മാംസം മാത്രം കഴിക്കുന്ന ക്രീച്ചേഴ്സിനെ നമ്മൾ എന്ത് പറയും? കാർണിവോർസ് എന്ന് പറയും. ഓക്കെ, ഒംനിവോർസ് മൂന്നാമത്തെ ടേം ആണ് ഒംനിവേഴ്സ്. ഒംനിവോർസ് എന്താണ്? the creatures that eat both plants and animals. animals എന്ന് ഉദ്ദേശിച്ചത് മാംസം. ഓക്കെ, അപ്പം മൂന്ന് ടൈപ്പ് നമ്മൾ പഠിച്ചു. ഹെർബിവോർ പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്നത്, കാർണിവോർ മാംസം കഴിക്കുന്നത്, ഒംനിവോർ രണ്ടും കഴിക്കുന്നത്, ചെടികളെയും കഴിക്കും മാംസത്തെയും കഴിക്കും. ഓക്കെ, അപ്പൊ താഴെ ഒരു ചെറിയ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. കളർ ഇത് സർക്കിൾ ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൺ. അപ്പം ഇവിടെ ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. കാർണിവോർ ആണെങ്കിൽ നമ്മൾ മഞ്ഞ കളർ മാർക്ക് ചെയ്യണം, ഒംനിവോർ ആണെങ്കിൽ പച്ച കളർ മാർക്ക് ചെയ്യണം, ഹെർബിവോർ ആണെങ്കിൽ റെഡ് കളർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറച്ച് ആനിമൽസിനെയും കൊടുത്തിട്ടുണ്ട്. ഇവർ ഹെർബിവോർ ആണോ, ഒംനിവോർ ആണോ, കാർണിവോർ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കൗ എന്ന് പറയുന്നത് ഹെർബിവോർ ആണോ, കാർണിവോർ ആണോ, ഒംനിവോർ ആണോ? കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിയേ. കൗ എന്താണ്? കൗ എന്ന് പറയുന്നത് ഹെർബിവോർ ആണ്, പ്ലാന്റ്സ് മാത്രമേ കഴിക്കാറുള്ളൂ. ഡിയർ, നെക്സ്റ്റ് വൺ ഡിയർ ആണ്. ഡിയർ എന്താണ്? ഹെർബിവോർ ആണോ, കാർണിവോർ ആണോ? കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഡിയർ എന്ന് പറയുന്നത്, മാന് എന്ന് പറയുന്നത് എന്താണ്? ഹെർബിവോർ ആണ്. നെക്സ്റ്റ് ഹെൻ. ഹെൻ എന്താണ്? ഒംനിവോർ ആണ്. ഓക്കെ, ഒംനിവോർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സും കഴിക്കും മാംസവും കഴിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈഗർ. ടൈഗർ എന്താണ് ശരിക്കും? ഹെർബിവോർ ആണോ, ഒംനിവോർ ആണോ, കാർണിവോർ ആണോ? നമുക്ക് നോക്കാം. ടൈഗർ എന്ന് പറയുന്നത് കാർണിവോർ ആണ്. കാർണിവോർ എന്ന് പറഞ്ഞാൽ മാംസം മാത്രം കഴിക്കുന്നത്. ഫ്രോക്സ് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രോക്സ് എന്ന് പറയുന്നത് കാർണിവോർസ് ആണ്. ഓക്കെ, ബീസ് എന്താണ്? ഹെർബിവോർ ആണോ, കാർണിവോർ ആണോ? ബീസ് എന്ന് പറയുന്നത് ഹെർബിവോർ ആണ്. പോത്ത് അല്ലെങ്കിൽ ബീഫ് എന്താണ്? അവര് ഓൾവേസ് പശുവിനെ പോലെ ഹെർബിവോർസ് ആണ്. ബട്ടർഫ്ലൈസ് എന്താണ്? ബട്ടർഫ്ലൈസ് ഹെർബിവോർസ് ആണ്. അവർ പ്ലാന്റ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. റാറ്റ്സ് എന്താണ്? ബോത്ത് കാർണിവോർ ആസ് വെൽ ആസ് ഹെർബിവോർ ആണ്. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് ഒംനിവോർ, രണ്ടിനെയും കഴിക്കും. ലിസാർഡ് എന്താണ്? ലിസാർഡ് കാർണിവോർസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ മാംസാഹാരികളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് കിടക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചത്? 3 ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. ഫുഡ് അനുസരിച്ച് ഓരോ ക്രീച്ചേഴ്സിനെയും എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഏതൊക്കെയാണ്? ഹെർബിവോർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നത്, കാർണിവോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസം കഴിക്കുന്നത്, ഒംനിവോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സിനെയും അതേപോലെ മാംസത്തിനെയും കഴിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. Complete the list by adding more names of animals. അപ്പം നമ്മുടെ ചുറ്റും നമുക്ക് നോക്കിയാൽ കാണാം എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെർബിവോർസ് ഉണ്ട്, കാർണിവോർസ് ഉണ്ട്, ഒംനിവോർസ് ഉണ്ട്. അപ്പോൾ ഹെർബിവോറിൻ്റെ അണ്ടറിൽ വരുന്ന ക്രീച്ചേഴ്സിൻ്റെ പേര് ഇവിടെ എഴുതുക, കാർണിവോറിൻ്റെ അണ്ടറിൽ വരുന്ന ഇവിടെ എഴുതുക, അതേപോലെ ഒംനിവോറിൻ്റെ ഇവിടെ എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഹെർബിവോറിൻ്റെ അണ്ടറിൽ, ഹെർബിവോർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ആനിമൽസിന്റെ പേര് നമുക്ക് നോക്കാം. ഡിയർ, ഓക്കെ, ബട്ടർഫ്ലൈസ്, ഹണി ബി, സ്ക്വിറൽ, ജിറാഫ്, എലിഫന്റ്. ഓക്കെ, അതേപോലെ കാർണിവോർസ് മാംസം മാത്രം കഴിക്കുന്ന ആരൊക്കെയാണ്? ടൈഗർ, ലെപ്പേർഡ്, ക്രോക്കഡൈൽ, ഫ്രോഗ്, ലിസാർഡ്, ഈഗിൾ ആൻഡ് വൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഒംനിവോർസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റും കഴിക്കും അതേപോലെ മീറ്റും കഴിക്കും. അതാരൊക്കെയാണ്? റാറ്റ്, ഹെൻ, ഡോഗ്, ബിയർ, പിഗ്, ക്രോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫ്യൂച്ചർ ഓഫ് ക്രീച്ചേഴ്സ് ആൻഡ് ദെയർ ഫുഡ് ഹാബിറ്റ്? ഇപ്പം ഒരു ക്രീച്ചറിന്റെ ബോഡി ഹാബിറ്റും അതിന്റെ ഫുഡും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? റൈറ്റ്.
അപ്പം what is your opinion? Yes, there is connection between the body features and food habit. Okay, നമ്മുടെ body features അനുസരിച്ചായിരിക്കും നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. Observe the picture. Which body part of the creature helps them to catch their prey and eat it? How? Okay. അപ്പോൾ ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഡക്കിനെ കൊടുത്തിട്ടുണ്ട്, ഈഗിളിന് കൊടുത്തിട്ടുണ്ട്, ഫ്രോഗിന് കൊടുത്തിട്ടുണ്ട്, ലയണിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. വിച്ച് ബോഡി പാർട്ട് ഓഫ് ദ ക്രീച്ചർ ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ prey? എന്ന് പറഞ്ഞാൽ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ ബോഡിയിലുള്ള ഏത് ബോഡി പാർട്ട് യൂസ് ചെയ്തിട്ടാണ് അവര് പ്രേസിനെ പിടിക്കുന്നത്? പ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം താറാവ് മെയിനായിട്ട് എന്താണ് കഴിക്കുക? വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കും. മീന് താറാവിന്റെ പ്രേ ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആൻഡ് ഹൗ, എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡക്ക് എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്? ബീക്ക് കൊണ്ടാണ്. ഓക്കെ, അവരുടെ ബീക്ക് എന്ന് പറയുന്നത് ഒരു അരിപ്പ പോലത്തെ ബീക്കാണ്. അപ്പം ആ അരിപ്പ വെച്ചിട്ട് അവർ വാ തുറന്നിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡക്ക് മീൻ പിടിക്കുന്നത്. ഈഗിൾ എന്ന് പറയുന്നത് എന്താണ്? അവരൊരു കാർണിവോർ ആണ്. കാർണിവോർ അവർക്ക് എന്തുണ്ടാവും? ഷാർപ്പ് ലെഗ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം സ്നേക്സിനെ, റാറ്റിനെയൊക്കെ പിടിച്ച് പറന്ന് മരത്തിന്റെ മുകളിൽ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലെഗ്സ് എന്തായിരിക്കും? ഷാർപ്പും പോയിന്റഡ് ആയിട്ടുള്ള നെയിൽസ് അവർക്ക് കാണും. അതാണ് ഈഗിളിന് ക്ലോസ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രോഗ് എങ്ങനെയാണ്? അവർക്ക് ലോങ് സ്റ്റിക്കി ടങ്ക് ഉണ്ട്. ഇവിടെ നോക്ക്, അത് പ്രാണി ഇപ്പോൾ ഒരു സ്ഥലത്ത് മിണ്ടാതിരുന്നിട്ട് ഏതെങ്കിലും പ്രാണികൾ പുല്ലിലോ വേറെ എന്തിലെങ്കിലും വന്നിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവരനങ്ങില്ല. അനങ്ങി കഴിയുമ്പോൾ പ്രാണി പറന്നു പോകില്ലേ? അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ലോങ് സ്റ്റിക്കി ടങ്ക് അവർ പുറത്തേക്ക് ഇട്ടിട്ട് ആ പ്രാണീനെ പിടിക്കും. നെക്സ്റ്റ് ലയണിന് നമുക്ക് കാണാം, ഫ്രണ്ടിൽ കണ്ടോ 1 2 3 4 ഈ 4 കനൈൻ ടീത്ത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ട് ആനിമൽസിന്റെ കഴുത്തിലുള്ള ഞരമ്പ് പിടിച്ച് ഈ കനൈൻ ടീത്ത് വെച്ചിട്ട് പല്ല് ഇറക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ശ്വാസനാടി പരിക്കേറ്റിട്ട് അവിടെ ആ ഹണ്ട് ചെയ്യുന്ന ആനിമൽ, ലയണൊക്കെ ആരെയാണ് ഹണ്ട് ചെയ്യുന്നത്? ഡിയറിനെയൊക്കെയാണ് ഹണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡിയറിനെ പിടിച്ചിട്ട് ഈ 4 പല്ല് വെച്ചിട്ടാണ്, കനൈൻ ടീത്ത് വെച്ചിട്ടാണ് ലയൺസ് ഹണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഓരോ ആനിമൽസും അവരുടെ ബോഡി ഫീച്ചർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഹെർബിവോർസിന് പ്ലാന്റ്സ് തിന്നാൻ പോലത്തെ ബോഡി ഫീച്ചേഴ്സ് മതി. പക്ഷെ കാർണിവോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസം തിന്നുന്നതാണ്. അവർക്ക് കുറച്ചും കൂടെ നല്ല ഷാർപ്പായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ബോഡി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഹണ്ട് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, Carnivores use their sharp nails to attack their prey. Okay, ഇവിടെ കാണാം, ഇവിടെ ടൈഗറിന്റെ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഷാർപ്പ് നെയിൽസ് ആയിരിക്കും പ്രേനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, they use their sharp pointed teeth to bite and tear their prey. കണ്ടോ, ഇവിടെ ഫ്രണ്ടിൽ 1 2 3 4 കനൈൻ ടീത്ത്സ് ഉണ്ട്. ഈ ഷാർപ്പ് ആയിട്ടുള്ള ടീത്ത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ആനിമൽസിനെ ബൈറ്റ് ചെയ്യുന്നത്, കീറി മുറിച്ച് തിന്നുന്നത്. ഓക്കെ, കാർണിവോർ ബേർഡ്സ് ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ വിത്ത് ദെയർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്. ഇവിടെ കണ്ടോ, ഈഗിൾ, വൾച്ചേഴ്സ് അവർക്കൊക്കെ എന്താണ്? ഷാർപ്പ് പോയിന്റഡ് ബീക്സ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് അവർ ഇറച്ചി കീറി മുറിക്കുന്നത്. Strong legs and their sharp bent claws help them to gathering food. അവർക്ക് ഷാർപ്പ് പോയിന്റഡ് ആയിട്ടുള്ള ക്ലോസും ഉണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് അവര് ഫുഡ് പിടിച്ചു വെക്കുന്നത്. പിടിച്ചിട്ട് കൊക്ക് കൊണ്ട് ബീക്സ് വെച്ചിട്ട്, പോയിന്റഡ് ഷാർപ്പ് ബീക്സ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കീറി മുറിക്കുന്നുണ്ട്. ഓക്കെ, the structure of the teeth of herbivore is suited to chew the plant parts. അപ്പോൾ ഹെർബിവോർസിലെ എക്സാമ്പിൾസ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? കൗവ്, ഗോട്ട്, ബീഫ്. ഓക്കെ, ഇവരൊക്കെയാണ് ഹെർബിവോർസ്. അപ്പോൾ ഹെർബിവോർസിന് എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ചവച്ചരച്ച് തിന്നാനുള്ള അങ്ങനത്തെ ടൈപ്പുള്ള ഫ്ലാറ്റ് ടീത്ത്സ് ആണ് ഹെർബിവോർസിന് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെനി ഫോംസ് വൺ ലൈഫ്.
എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. മെനി ഫോംസ് പക്ഷെ വൺ ലൈഫ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്, പക്ഷെ ഒറ്റൊരു ലൈഫേ ഉള്ളൂ. മിന്ത്ര വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. മിന്ത്ര എന്ത് ചെയ്യായിരുന്നു? മുറ്റത്ത് ഗാർഡനിൽ കളിക്കുകയായിരുന്നു. There were some light yellow pearly objects in a plant. അപ്പം മിന്ത്ര നോക്കുമ്പം ലീഫിൻ്റെ അടിയിൽ യെല്ലോ കളർ പേൾ പോലത്തെ ബോൾസ് ഇങ്ങനെ ഇലേൻ്റെ അടിയിൽ ഒട്ടി നിൽക്കുന്നുണ്ട്. മിന്ത്ര കോൾഡ് ഹെർ മദർ ലുക്ക് അറ്റ് ദ ലീവ്സ്. മിന്ത്ര എന്ത് ചെയ്തു? മിന്ത്രേൻ്റെ അമ്മേനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അമ്മേ, ഈ ഇലേൻ്റെ അടിയിൽ നോക്കി, ഇങ്ങനെ ഒരു സാധനമുണ്ടെന്ന് മിന്ത്ര അമ്മയോട് പറഞ്ഞു. These are the eggs of butterfly, dear. അപ്പം അമ്മ മിന്ത്രേനോട് എന്ത് പറഞ്ഞു കൊടുത്തു? ഇത് ബട്ടർഫ്ലൈസിന്റെ എഗ്ഗാണ്. ബട്ടർഫ്ലൈസ് അവരുടെ എഗ്ഗ് ലീവ്സിന്റെ അടിയിൽ ലേ ചെയ്തിരിക്കുകയാണ് എന്ന് അമ്മ മിന്ത്രേനോട് പറഞ്ഞു. She waited eagerly to see the butterfly coming out of the egg. അവൾ എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്തു, ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തു. ഈ എഗ്ഗിൽ നിന്ന് ബട്ടർഫ്ലൈ വരുന്നത് അവൾ ആലോചിച്ചിട്ട്, ബട്ടർഫ്ലൈ ഇപ്പോൾ അതിൽ നിന്ന് എഗ്ഗിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആലോചിച്ചിട്ട് അവൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത് നിന്നു. വാട്ട് എ സർപ്രൈസ്, ഷീ സോ ഓൺലി വേംസ്. അപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? ആ എഗ്ഗിൽ നിന്ന് വേംസ് ആണ് പുറത്തേക്ക് വന്നത്, ബട്ടർഫ്ലൈ വന്നില്ല. ഓക്കെ, മോം, ആർ ദേ റിയലി നോട്ട് ദ എഗ്സ് ഓഫ് ദ ബട്ടർഫ്ലൈസ്? അപ്പം മിന്ത്ര ചോദിക്കുകയാണ്, ഇത് ശരിക്കും ബട്ടർഫ്ലൈസിന്റെ എഗ്ഗ് അല്ലേ അമ്മേ എന്ന് മിന്ത്ര അമ്മയോട് ചോദിക്കുകയാണ്. ദീസ് വേംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ. അപ്പൊ അമ്മ പറഞ്ഞു, ഈ എഗ്സ് എന്താണ്, അല്ല ഈ വേംസ്, ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ വേംസ് എന്തായി മാറും? ബട്ടർഫ്ലൈസ് ആയി മാറുമെന്ന് മിന്ത്രയുടെ അമ്മ മിന്ത്രയോട് പറയാണ്. അതിന് എന്താണ് പറയുക? ഇറ്റ് ഈസ് കോൾഡ് ലാർവ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബട്ടർഫ്ലൈ എന്താണ് ചെയ്യുന്നത്? എഗ്ഗ് ലേ ചെയ്യും. ആ ലെഗിൽ നിന്ന് എന്താണ് വരുന്നത്? വേംസ് വരും. ഓക്കെ, ആ വേംസിനെ എന്താണ് നമ്മൾ കോമൺലി പറയുക? ലാർവ എന്ന് പറയും. ഓക്കെ, മിന്ത്ര ബിക്കേം ക്യൂരിയസ്. മിന്ത്രയ്ക്ക് അപ്പം ഇനിയും ആകാംക്ഷയായി. ഷീ ടുക്ക് ഫോട്ടോസ് ഓഫ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ വേം ഇൻ ദ ഫോളോയിങ് ഡേയ്സ്. അപ്പം വരും ദിവസങ്ങളിൽ അവൾ എന്ത് ചെയ്തു? ആ ലാർവയിൽ നിന്ന് നെക്സ്റ്റ് എന്താ ഫോം ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ കണ്ടിന്യൂസ്ലി അത് ഒബ്സർവ് ചെയ്ത് ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണാം, ഇതൊരു ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ ആണ്. അപ്പം ഒബ്സർവ് ദ പിക്ചർ, ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ഈച്ച് സ്റ്റേജ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻ യുവർ എൻവിറോൺമെന്റൽ സയൻസ് ഡയറി. ഓക്കെ, അപ്പം ഈ പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓരോ സ്റ്റേജസും നോക്കിയിട്ട് ഇതെന്ത് ചെയ്യണം? എൻവിറോൺമെന്റൽ സയൻസ് ഡയറിയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യും? ബട്ടർഫ്ലൈസ് എഗ്ഗ് ലേ ചെയ്യും. ലീവ്സിൻ്റെ അടിയിൽ ബട്ടർഫ്ലൈസ് എഗ്ഗ് ലേ ചെയ്യും. ആ എഗ്ഗ് എന്ത് ചെയ്യും? വിരിഞ്ഞിട്ട് വേംസ് ഫോം ചെയ്യും. വേംസ് അല്ലെങ്കിൽ ആ വേംസിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ലാർവ. ഓക്കെ, ലാർവ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന എഗ് ആണ്. എഗ്ഗിൽ നിന്ന് ലാർവ ഫോം ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് കോൾഡ് പ്യൂപ്പ. ഓക്കെ, പ്യൂപ്പയായി മാറും. ഫ്രം ദ പ്യൂപ്പ ഇറ്റ് ബിക്കംസ് ബട്ടർഫ്ലൈ. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് കൂട്ടുകാർക്ക് ഇപ്പം മനസ്സിലായോ? ബട്ടർഫ്ലൈ ആദ്യം ഇലയിൽ മുട്ടയിടും. ആ മുട്ടയിൽ നിന്ന് വിരിയുന്ന പുഴുവിനെ നമ്മൾ ലാർവ എന്ന് പറയും. ആ ലാർവേന്റെ നെക്സ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ പ്യൂപ്പ എന്ന് പറയുന്നത്. പ്യൂപ്പയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് കളർഫുൾ ബട്ടർഫ്ലൈസ്. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഇതിൽ നമ്മൾ റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻ എൻവിറോൺമെന്റൽ സയൻസ് ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് എഴുതേണ്ടത്? ആദ്യം ബട്ടർഫ്ലൈ മുട്ടയാണ് ഇടുന്നത് എന്ന് എഴുതണം. ഓക്കെ, ബട്ടർഫ്ലൈ ലേ എഗ്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഫ്രം ദ എഗ്സ് വാട്ട് ഫോംസ്? ലാർവ ഫോംസ്. ഓക്കെ, ലാർവ is in what condition? Larva, it is a worm like condition. Okay, then larva go to a stage called pupal stage. Okay, from the pupa colorful butterflies are formed. Okay, അപ്പോൾ ഇവിടെ ലാർവയും ബട്ടർഫ്ലൈയും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ലാർവ is like worm like stage. Okay, but in butterflies what is the stage? They have two wings. Okay, ചിറക്കാൻ രണ്ട് ചിറകുകളുണ്ട്. ഓക്കെ, പറക്കാൻ രണ്ട്
ചിറകുകളുണ്ട്. ഓക്കെ, അതേപോലെ അവർക്ക് ആന്റീന ഉണ്ട്. ഓക്കെ, കണ്ണുണ്ട്. ഓക്കെ, അപ്പം ഈ ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, അവർക്ക് വിങ്സ് ഒന്നുമില്ല. ഓക്കെ, വിങ്സ് ഇല്ല. പക്ഷെ ബട്ടർഫ്ലൈ സ്റ്റേജിൽ എന്താണ്, അവർക്ക് വിങ്സ് ഉണ്ട് പറക്കാൻ. ഈ ഫീച്ചേഴ്സ് ആണ് എൻവിറോൺമെന്റൽ സയൻസ് ഡയറിയിൽ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം, കളർ ദ ബട്ടർഫ്ലൈ. ഈ ബട്ടർഫ്ലൈനെ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഈ 4 വിങ്സിലും കൊടുക്കണം. ഓക്കെ, ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ്. ഇവിടെ 2 ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുണ്ട്, അതിനെ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓറഞ്ച് കളർ ഉണ്ട്, അതിൽ വൈറ്റ് സ്പോട്ട്സ് ഉണ്ട്, പിന്നെ എന്താ ബ്ലാക്ക് ബൗണ്ടറീസ് ഉണ്ട്. അതേപോലെ ഈ ബട്ടർഫ്ലൈ ബ്ലാക്ക് കളറാണ് ഓവറോൾ, അതിൻ്റെ മേലെ വൈറ്റ് കളർ സ്പോട്ട്സ് ഉണ്ട്. ഓക്കെ, ആർട്ട് ദ ഡിസൈൻ ഓൺ ദ വിങ്സ് ദ സെയിം. ഈ വിങ്സിലുള്ള ഡിസൈൻസ് സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല. സെയിം ആണോ? അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ആണ് വിങ്സിലുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ബ്ലാക്ക് കളറിൽ വരകളുണ്ട്. ഓക്കെ, ഓറഞ്ചിൽ ബ്ലാക്ക് കളർ വരകളുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ബ്ലാക്ക് ആണ്. ഓക്കെ, ഹൗ അബൌട്ട് ഇത് ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്. അപ്പം നിങ്ങൾ തൊട്ട് മുന്നേ നമ്മൾ കളർ ചെയ്ത ബട്ടർഫ്ലൈൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഡു ദ വിങ്സ് ഓഫ് ഓൾ ബട്ടർഫ്ലൈസ് ലുക്ക് ലൈക്ക് ദിസ്. എല്ലാ ബട്ടർഫ്ലൈസിൻ്റെയും വിങ്സ് ഇതേപോലെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ചില ബട്ടർഫ്ലൈസിൻ്റെ 4 വിങ്സ് ഹൈൻഡ് വിങ്സും ഡിഫറെൻ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ 4 വിങ്സിന് ഒരു കളറായിരിക്കും, ഹൈൻഡ് വിങ്സിന് വേറെ കളറായിരിക്കും. ചിലപ്പോൾ 4 വിങ്സ് ലാർജ് ആയിരിക്കും, ഹൈൻഡ് വിങ്സ് ചെറുതായിരിക്കും. അപ്പോൾ ഓൾവേസ് എന്താണ്, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്. നിങ്ങളുടെ പരിസരത്തുള്ള ബട്ടർഫ്ലൈസിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. പ്രസന്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ട ബട്ടർഫ്ലൈസിന്റെ ഡീറ്റെയിൽസ് എഴുതുക. ഓക്കെ, ഏത് കളറാണ്, ഏത് ഡിസൈൻ ആണ്, വലിയ ബട്ടർഫ്ലൈസ് ആണോ ചെറിയ ബട്ടർഫ്ലൈസ് ആണോ, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അപ്പം ക്ലാസ്സിൽ ഈ പിക്ചർ നോക്കിയാൽ അറിയാം, ക്ലാസ് ടീച്ചറും ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഓക്കെ, ഇതൊരു ബട്ടർഫ്ലൈ ടൂർ പോലെ. എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസിനെ വാച്ചിങ് ഡേ, നമ്മൾ ബേർഡ് വാച്ച് എന്ന് പറയുന്ന പോലെ ബട്ടർഫ്ലൈ വാച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ കുട്ടികളെ എല്ലാവരെയും തൊട്ടടുത്തുള്ള ഗാർഡനിലേക്ക് വിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ബോയ് ചോദിക്കുകയാണ്, ഹോ ഡു ഓൾ ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്? യെസ്, ഓൾ ബട്ടർഫ്ലൈസ് ഹാസ് നെയിംസ്. അപ്പോൾ ഈ ഒരു കുട്ടി വേറൊരു കുട്ടീനോട് ചോദിക്കുകയാണ്, എല്ലാ ബട്ടർഫ്ലൈസിനും നെയിം ഉണ്ടോ? ഹോ ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്? അപ്പോൾ ഈ കുട്ടി എന്താണ് പറയുന്നത്? ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡന്റിഫൈ ദം. അപ്പം ഒരു ബട്ടർഫ്ലൈനെ തിരിച്ചറിയാൻ വേണ്ടി ബട്ടർഫ്ലൈൻ്റെ ഓരോരോ ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ ക്ലാസ്സിനും ഓരോ പേരുണ്ടെന്നാണ് ഈ കുട്ടി പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് 2 ബട്ടർഫ്ലൈസ് ഇവിടെ കാണാം. അതിൻ്റെ പേരൊന്ന് നോക്കാം. ഇപ്പോൾ കോമൺ ജെസിബൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതിന് യെല്ലോ കളർ ഉണ്ടാവും, ബ്ലാക്ക് പാറ്റേൺസ് ഉണ്ടാവും, അതിൻ്റെ ബോർഡറിൽ കൂടെ റെഡ് പാറ്റേൺസ് ഉണ്ടാവും. അതിനെയാണ് കോമൺ ജെസിബൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു എന്താ പറയുക, കിളിപ്പച്ച അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറുള്ള ബട്ടർഫ്ലൈ ആണ്. ഇത് കോമൺ ആണ്, കൂട്ടുകാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇതിൻ്റെ പേരാണ് കോമൺ ഗ്രാസ് യെല്ലോ. ഓക്കെ, ഈ ബട്ടർഫ്ലൈൻ്റെ പേരെന്താണ്? കോമൺ ഗ്രാസ് യെല്ലോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടാവും. ആ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുവാണെങ്കിൽ കൂട്ടുകാരിനെ ശ്രദ്ധിക്കണം. എന്നിട്ട് പേര് കണ്ടുപിടിക്കാനാണെങ്കിൽ നെറ്റിലൊന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബട്ടർഫ്ലൈൻ്റെ പേര് അതിൽ കാണാവുന്നതാണ്. ഓക്കെ, കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ്, ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരള ഈസ് സദേൺ ബേർഡ് വിങ്. ഓക്കെ, ഗരുഡ ശലഭം. ഓക്കെ, അപ്പൊ കേരളത്തിലെ
ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഏതാണ്? ഇത് നമുക്ക് ക്വിസിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്നതാണ്. നിങ്ങളുടെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഫൈനൽ എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരള ഈസ് സദേൺ ബേർഡ് വിങ്. ഓക്കെ, അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് വിങ്സ് ഉണ്ടാവും, അതിന്റെ താഴത്തെ വിങ്സിൽ യെല്ലോയും ബ്ലാക്ക് പാച്ചസും ഉണ്ടാവും. ഓക്കെ, ഗരുഡശലഭം അല്ലെങ്കിൽ സദേൺ ബേർഡ് വിങ് എന്നറിയപ്പെടുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ. പിന്നെന്താണ്? ആൻഡ് ഇത് സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജുവൽ. ഓക്കെ, ഇവിടെ കാണുന്ന ഒരു ഗ്രേഷ് കളറായിട്ട്, ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ്, അതിനെയാണ് നമ്മൾ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രാസ് ജുവൽ. ഓക്കെ, പിന്നെ അടുത്ത എന്താ? ഇത് ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരള. ഒഫീഷ്യൽ, അപ്പം കേരളത്തിൽ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഉണ്ട്, സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെന്താണ് ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഏതാണ്? ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് എന്താണ്? മലബാർ ബാൻഡഡ് പീകോക്ക്. പീകോക്കിന്റെ കളർ എന്താ? ബ്ലൂയിഷ് ഗ്രീൻ ആണ്. അപ്പൊ ആ ബ്ലൂയിഷ് ഗ്രീൻ കളറാണ് ഈ ബട്ടർഫ്ലൈന്റെ സെന്റർ പോർഷനിൽ വന്നിരിക്കുന്നത്. അതേപോലെ വിങ്സിന്റെ ബോർഡേഴ്സിൽ ബ്ലാക്ക് കളർ ഉണ്ട്. പിന്നെ ഈ താഴത്തെ വിങ്സിന് ഒരു പ്രത്യേക തരമുള്ള ഒരു ഷേപ്പും ഉണ്ട്. അപ്പൊ ഇതിനെയാണ് ബുദ്ധമയൂരി അല്ലെങ്കിൽ മലബാർ ബാൻഡഡ് പീകോക്ക് എന്ന് പറയുന്നത്. മലബാർ ബാൻഡഡ് പീകോക്ക് എന്താണ് കൂട്ടുകാരെ? കേരളത്തിന്റെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ആണ്. ഓക്കെ, അപ്പം ഏറ്റവും ചെറിയ ബട്ടർഫ്ലൈ ഏതാണ്? ഗ്രാസ് ജുവൽ ആണ്. ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഏതാണ്? സദേൺ ബേർഡ് വിങ് അല്ലെങ്കിൽ ഗരുഡശലഭമാണ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ കൂട്ടുകാർ പഠിച്ചു വെക്കണം. അടുത്തത് നമുക്ക് നോക്കാം. The pictures of some butterflies found in our surroundings are given below. അപ്പം നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ പരിസരത്ത് കാണാൻ പറ്റുന്ന ബട്ടർഫ്ലൈസിന്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ കൂട്ടുകാർ പഠിച്ചു വെക്കണം. എന്നാൽ നമ്മൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് ഗ്രൗണ്ടിൽ കളിക്കുമ്പം ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം. ഓക്കെ, ഈ യെല്ലോയിഷ് ഓറഞ്ച് കളറും വൈറ്റ് സ്പോട്ടും ബ്ലാക്ക് സ്പോട്ടുമുള്ള ഈ ബട്ടർഫ്ലൈന്റെ പേരാണ് എന്ത്? ടൗണി ക്രോസ്റ്റർ. ഓക്കെ, ഈ വൈറ്റ് കളറിൽ ഈ ബ്ലാക്ക് ബാൻഡ് പോലെ അല്ലെങ്കിൽ ബ്ലാക്ക് വലിയ സ്പോട്ട്സ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ പൈററ്റ്. ഓക്കെ, കോമൺ പൈററ്റ്. ഈ പേരുകൾ പഠിക്കാൻ കുറച്ച് താമസമുണ്ടെങ്കിലും ഈ ചിത്രങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോഴേക്ക് ഇതേപോലത്തെ പൂമ്പാറ്റകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ആ പേരുകൾ പറയണം. ഓക്കെ, കോമൺ പൈററ്റ്. ഇതിനെന്താണ് പറയുന്നത്? ബ്ലൂ ടൈഗർ. ഇത് ശരിക്കും വൈറ്റ് അല്ല, ഇവിടെ ബ്ലൂ കളറാണ്. ഓക്കെ, ബ്ലൂവും ബ്ലാക്കും ആണ് ഇതിന്റെ കളർ പാറ്റേൺ. ബ്ലൂ ടൈഗർ. ഓക്കെ, നെക്സ്റ്റ് എന്താ? ക്രിംസം റോസ്. ഓക്കെ, തീ കത്തുന്ന റെഡ് കളറിനെയാണ് നമ്മൾ ക്രിംസം എന്ന് പറയുന്നത്. ക്രിംസം റെഡ് കളർന്ന്. അപ്പൊ ആ കളറാണ് ഈ പൂമ്പാറ്റയ്ക്കുള്ളത്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? ക്രിംസം റോസ്. ഓക്കെ, ഇതിനെ പറയുന്നതാണ് ലെമൺ പാൻസി. ഓക്കെ, ലെമൺ പാൻസി. പിന്നെ ഇതെന്താണ്? കോമൺ മോർമോൺ. ഓക്കെ, കോമൺ മോർമോൺ. ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ ദ സറൗണ്ടിങ്, ഫൈൻഡ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ സ്കൂളിന്റെ പരിസരത്തൊക്കെ ബട്ടർഫ്ലൈസ് ഉണ്ടെങ്കിൽ ആ ബട്ടർഫ്ലൈസിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അതിന്റെ പേരൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 ways. ബട്ടർഫ്ലൈസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യത്തിനാണ്. ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്. അപ്പോൾ ബട്ടർഫ്ലൈസ് മുട്ടയിടുന്നതും ലീവ്സിലാണ്. അതേപോലെ ബട്ടർഫ്ലൈസ് പ്ലാന്റ്സിന്റെ ഫ്ലവറിൽ തേൻ കുടിക്കും. അതേപോലെ ചില ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യും? ലീവ്സിനെയും ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കോമൺ മോർമോൺ ബട്ടർഫ്ലൈ. ഓക്കെ, നാരകക്കാലി യൂഷ്വലി ലേസ് എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ്. അപ്പൊ ഈ കോമൺ മോർമോൺ ബട്ടർഫ്ലൈ എവിടെയാണ് പിന്നെ എഗ് ലേ ചെയ്യുന്നത്? ഈ നാരങ്ങേന്റെ പ്ലാന്റിലാണ്, ചെറുനാരങ്ങേന്റെ ഒക്കെ ചെടിയിലാണ്. ആൻഡ് ഇത് ഓറഞ്ച് ബെറി പ്ലാന്റ്, പാണൽ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഓറഞ്ച് ബെറി പ്ലാന്റ് പാണലിലും അതേപോലെ ഈ നാരങ്ങ ചെടിയിലുമാണ് ഈ കോമൺ മോർമോൺ ബട്ടർഫ്ലൈ മുട്ടയിടുന്നത്. Their larva eats the leaves and
ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ആ ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈയിൽ കണ്ടു, ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ പുഴു എന്ത് ചെയ്യുന്നുണ്ട്, ഇല തിന്നുന്നുണ്ട്. അപ്പം ഈ ലാർവ എന്ത് തിന്നുന്നുണ്ട്, ഈ പ്ലാന്റ്സിന്റെ ഇലകൾ തിന്നിട്ടാണ് ലാർവ ജീവിക്കുന്നത്. When they become butterflies, they find nectar from flowers of hibiscus, white orchard trees and morning breeze plant. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം ബട്ടർഫ്ലൈ ഉണ്ടാവുന്നത് ലാർവ പ്യൂപ്പ സ്റ്റേജസ് വഴിയാണ്. ഫസ്റ്റ് എഗ്ഗ്, പിന്നെ ലാർവ ഫോം ചെയ്യും, പിന്നെ പ്യൂപ്പ ഫോം ചെയ്യും. അതിൽ നിന്നാണ് ബട്ടർഫ്ലൈസ് ഉണ്ടാവുക. അപ്പോൾ എഗ്ഗ് ലേ ചെയ്തതിൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ലാർവ, വേം ലൈക്ക് ലാർവ ഫോം ചെയ്യുന്നുണ്ട്. ആ ലാർവ എന്താണ് ഫീഡ് ചെയ്യുക, പ്ലാന്റ്സിന്റെ ലീവ്സ് ആണ് ഫീഡ് ചെയ്യുക. ഓക്കെ, ഈ ലാർവയിൽ നിന്ന് പ്യൂപ്പ ഫോം ചെയ്യും, പ്യൂപ്പയിൽ നിന്ന് ബട്ടർഫ്ലൈസ് ഫോം ചെയ്യും. ബട്ടർഫ്ലൈസ് എന്ത് ഫുഡാണ് കഴിക്കുന്നത്, ഫ്ലവേഴ്സിലെ നെക്ടർ ആണ് കഴിക്കുന്നത്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ്, ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പക്കോഡ ഫ്ലവേഴ്സ്. പക്കോഡ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കൃഷ്ണകിരീടം. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് കൃഷ്ണകിരീടം. ഇത് ഓണം സമയത്തൊക്കെ നിറയെ പൂത്തു നിൽക്കുന്നത് കാണാം. ഓക്കെ, നെക്സ്റ്റ് റാറ്റിൽ വീഡ് അല്ലെങ്കിൽ കുലുക്കി. ഈ ചെടീനെയാണ് കുലുക്കി ചെടി അല്ലെങ്കിൽ റാറ്റിൽ വീഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇതിന്റെ കായയിൽ ഇങ്ങനെ ഉണങ്ങുമ്പോൾ നമ്മളിങ്ങനെ കുലുക്കിയൊക്കെ കളിച്ചിട്ടുണ്ടാവും, കൂട്ടുകാർ കളിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ചെടിയാണ് എന്ത്, റാറ്റിൽ വീഡ്. പിന്നെ ഇത് കറി ലീവ്സ് എന്ന് പറയുന്നത് എല്ലാ കൂട്ടുകാരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്, കരിവേപ്പില. ഓക്കെ, സിട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുനാരങ്ങയുടെ ചെടി അല്ലെങ്കിൽ നാരങ്ങ ചെടി. ഓക്കെ, പിന്നെ ഒലാണ്ടർ അരളിപ്പൂ തന്നെ ഡിഫറെന്റ് കളേഴ്സിലുണ്ട്, വൈറ്റിലുണ്ട്, യെല്ലോയിലുണ്ട്, പിങ്കിലുണ്ട്. ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ് in your school biodiversity garden. Observe what types of butterflies come to the garden. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബട്ടർഫ്ലൈസ് എപ്പോഴും വന്നിരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെയാണ് കൂട്ടുകാർ പറഞ്ഞേ, ഒന്നാമത്തത് കൃഷ്ണകിരീടം. ഓക്കെ, രണ്ടാമത്തത് കുലുക്കിച്ചെടി, പിന്നെ കരിവേപ്പില, ഓക്കെ, അരളി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 5 പ്ലാന്റ്സ്. പിന്നെ നാരകം അല്ലെങ്കിൽ നാരങ്ങച്ചെടി. ഓക്കെ, ഇതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു വെക്കുക. കൃഷ്ണകിരീടത്തിന്റെ ഇംഗ്ലീഷ് എന്താ, പക്കോഡ ഫ്ലവർ. ഓക്കെ, ദെൻ റാറ്റിൽ വീഡ്, കുലുക്കിച്ചെടീനെ പറയുന്നതാണ് റാറ്റിൽ വീഡ്. കറി ലീവ്സ് കരിവേപ്പില, സിട്രസ് നാരങ്ങച്ചെടി, ഒലിയാണ്ടർ അരളിച്ചെടി. ഈ ചെടികളിലൊക്കെ എന്താണ്, ബട്ടർഫ്ലൈസ് നിറയെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളോട് പറയുന്നത് ഗ്രോ പ്ലാന്റ്സ്, ഈ പ്ലാന്റ്സിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ഗ്രോ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇത് ഗ്രോ ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ ടൈപ്പ് ബട്ടർഫ്ലൈസ് ആണ് വന്നിരിക്കുന്നതെന്ന് കൂട്ടുകാർ ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഈ ചെടികളൊക്കെ നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നടാൻ തയ്യാറല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇവിടെ നമുക്കൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, വുഡ് പെക്കർ, സ്നേക്ക്, ബട്ടർഫ്ലൈ, ലോട്ടസ്, ഫിഷ്, ക്രെയിൻ, കിങ് ഫിഷർ, പാരറ്റ്, ടോർട്ടോയിസ്, ഡ്രാഗൺ ഫ്ലൈ, ഫ്രോഗ്, ഗ്രാസ്, ട്രീ. ഓക്കെ, ഡിഫറെന്റ് ക്രീച്ചേഴ്സ് ഉള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ അറൗണ്ട് us. ഇത് എണ്ണിയാൽ തന്നെ കാണാം എത്രത്തോളം ഡിഫറെന്റ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് നമ്മുടെ പരിസ്ഥിതിക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത്. ഓക്കെ, വേർ ഡു ദേ ലിവ്. ഈ ക്രീച്ചേഴ്സ് എല്ലാം എവിടെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയൊക്കെയാണ് ജീവിക്കുന്നത്? ബേർഡ്സ് ഒക്കെ മെയിൻ ആയിട്ട് ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫിഷസ്, ഫ്രോഗ്സ്, ടേർട്ടിൽസ് ഒക്കെ എവിടെയാണ്? പോൺസ്, ലേക്സ്, അവിടെയൊക്കെ അവർ ജീവിക്കും. പിന്നെ ഈ ഫ്രോഗ്സും സ്നേക്സും ടർട്ടിൽസും ഫാം ലാൻഡും യൂസ് ചെയ്യും. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോവാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റെൻഡ്. ഈ ക്രീച്ചേഴ്സ് ഒക്കെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ക്രീച്ചേഴ്സ് അല്ല, ഈ ഫുഡ്, ട്രീസ്, ലേക്സ്, പോൺസ് അല്ലെങ്കിൽ നേച്ചർ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ക്രീച്ചേഴ്സ് വിൽ ലോസ് ദെയർ ഹാബിറ്റാറ്റ്. ഓക്കെ, ക്രീച്ചേഴ്സിന് അവരുടെ ഹാബിറ്റാറ്റ് ലോസ് ചെയ്യും. ദിസ് എഫക്ട് ഫുഡ് അവൈലബിലിറ്റി ടു ദ ക്രീച്ചേഴ്സ്. അപ്പോൾ ഫുഡിന്റെ അവൈലബിലിറ്റി കുറയും. ലൈഫ് വിൽ ബി ഇൻ ത്രെട്ടൻഡ് സ്റ്റേജ്. അപ്പോൾ ലൈഫ് ഒരു ഡേഞ്ചർ സ്റ്റേജിലേക്ക് മാറും.
The earth belongs to everyone. Does it? ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? യെസ് ഓർ നോ? യെസ്, ഓൾവേസ് യെസ്. ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. What can we do to protect the surrounding where these creatures live? Okay, അപ്പോൾ നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ്, പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? മെയിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗാർബേജ് വേസ്റ്റുകളൊന്നും അവിടെ ഇവിടെയും വലിച്ചെറിയാതിരിക്കുക. ഡു നോട്ട് ത്രോ എവേ ഗാർബേജ് വേസ്റ്റസ്. ഓക്കെ, don't cut down trees unnecessarily. ആവശ്യമില്ലാതെ വെറുതെ മരങ്ങൾ മുറിച്ചു മാറ്റരുത്. ഇപ്പോൾ ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ മരത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബേർഡ്സ്, ഓക്കെ, ബട്ടർഫ്ലൈസ്, ഡ്രാഗൺ ഫ്ലൈസ്, പിന്നെ ചെറിയ ചെറിയ ഇൻസെക്ട്സ്. അപ്പോൾ ഇവരുടെയൊക്കെ ആവാസ വ്യവസ്ഥയാണ് ഒരു മരം മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുക. അപ്പോൾ ഒരിക്കലും അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? മരം മുറിച്ച് കളയരുത്. പ്രിസേർവ് എൻവിറോൺമെന്റ്. ഓക്കെ, എൻവിറോൺമെന്റ് പ്രിസേർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ പോൺസും ലേക്സും ഒന്നും നശിപ്പിക്കാതിരിക്കുക. ഓക്കെ, പോൺസിൽ എന്തുണ്ട്? നിറയെ മീനുകളുണ്ട്. മീനുകൾക്ക് അവിടെ ജീവിക്കണം. ഫ്രോഗ്സ്, ടേർട്ടിൽസ്, പിന്നെ വാട്ടർ ബഗ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ലിവിങ് ക്രീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഹാബിറ്റാറ്റ് ആണ് നമ്മൾ പൊതുവെ എൻവിറോൺമെന്റ് നശിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരിക്കലും ഇതേപോലത്തെ സ്മോൾ ഹാബിറ്റാറ്റ്സ് നശിപ്പിക്കാതിരിക്കുക. എൻവിറോൺമെന്റ് പ്രിസേർവ് ചെയ്യുക. ഡു നോട്ട് പൊല്യൂട്ട് വാട്ടർ റിസോഴ്സും എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടേഴ്സ് ഒക്കെ നമ്മൾ നദിയിലേക്ക് ഒഴുക്കി വിടുന്നത്, പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കൊണ്ട് അവിടെ ഡംപ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. മിന്ത്ര ഒബ്സർവ്ഡ് the body features and food habitats of domestic animals like cat and goat and wrote them in the table. Add more details in the table. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ കാറ്റിൻ്റെയും ഗോട്ടിൻ്റെയും ഫുഡ് ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കാറ്റിൻ്റെ കേസ് ഫസ്റ്റ് എടുക്കുക. കാറ്റ് എന്താ? കാറ്റ് എപ്പോഴും കാർണിവോർ ആണ്. ഈറ്റ്സ് മീറ്റ്. ഓക്കെ, ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. കാറ്റ്സിന് കാലിൽ ഷാർപ്പ് നെയിൽസ് ഉണ്ടാവും. ഇറ്റ് ഹാസ് ഷാർപ്പ് കനൈൻ ടീത്ത്. കാറ്റ്സിന് എന്താണ്? 4 ടീത്ത് ഉണ്ട്. എന്ത് ചെയ്യാനാ? ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മീറ്റ് ടിയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഹാസ് എബിലിറ്റി ടു ഹണ്ട്. ഓക്കെ, വേട്ടയാടാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? കാറ്റിനുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗോട്ട്, ആട്. ഈറ്റ്സ് പ്ലാൻ പാർട്സ്. ഗോട്ട് എന്താണ് ചെയ്യുന്നത്? പ്ലാൻ പാർട്സ് ആണ് കഴിക്കുന്നത്. ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. ആടിന് ഷാർപ്പ് നെയിൽസ് കാലിലില്ല. ഇറ്റ് ഹാസ് ഫ്ലാറ്റ് ടീത്ത് ഫോർ ഗ്രൈൻഡിങ് ദ പ്ലാൻ മെറ്റീരിയൽസ്. അതിന് എന്താണുള്ളത്? അതിൻ്റെ വായിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പല്ലുകളാണ് ഈ പ്ലാൻ മെറ്റീരിയൽസ് കടിച്ച് ചവച്ചരിച്ച് കഴിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ സീ ക്രീച്ചേഴ്സ് ഹിഡൻ ഇൻ ദ പിക്ചർ ഗിവൺ. റൈറ്റ് ദെയർ നെയിംസ്. അപ്പം ഇതൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈനിൻ്റെ ഉള്ളിൽ കുറേ സീ ക്രീച്ചേഴ്സ് ഉണ്ട്. ആ സീ ക്രീച്ചേഴ്സിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണുള്ളത്. ഈ ഒരു പോർഷനിൽ എന്താണുള്ളത്? ഈ ഒരു പോർഷനിൽ ഒക്ടോപ്പസ് ഉണ്ട്, നീരാളി. ഓക്കെ, പിന്നെ ഇവിടെ എന്താണുള്ളത്? സ്റ്റാർ ഫിഷ്. എന്താണുള്ളത്? സ്റ്റാർ ഫിഷ്. പിന്നെ ഇവിടെ എന്താണുള്ളത്? നക്ഷത്രാമ. ഇവിടെ ഉള്ളത് എന്താണ്? ടോട്ടോയിസ്, ആമ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണുള്ളത്? പ്രോൺസ്. ഓക്കെ, പ്രോൺസ്. പിന്നെ ഇവിടെ എന്താണുള്ളത്? കടലാമ, സീഹോസ്. കടലാമയല്ല, സോറി, സീഹോസ്. കടൽ കുതിര, സോറി തെറ്റിപ്പോയി. കടൽ കുതിരയാണ് സീഹോസ്. ഓക്കെ, ദെൻ ഇതൊരു ഫിഷാണ്. ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെയും ഒരു ഫിഷ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു ഫിഷ് ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഉള്ളത് ക്രാബാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഓരോന്നും ഇവിടെ എഴുതുന്നില്ല, ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒക്ടോപ്പസ്, സ്റ്റാർ ഫിഷ്, ടോട്ടോയിസ്, പ്രോൺസ്, സീഹോസ്, ക്രാബ്, ഫിഷസ്.
ഓക്കെ, ഇത് മൂന്നും ഫിഷസ് ആണ്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കൂട്ടുകാർ ഇതിലും കൂടുതൽ വേറെ എന്തെങ്കിലും സീ ക്രീച്ചേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, in which category does the duck belong? Okay, duck belong to according to its food habitat. എന്ന് പറഞ്ഞാൽ omnivore ആണ്. ഡക്ക് എന്ന് പറയുന്നത് omnivores ആണ്. They eat both plants as well as meat. Okay, if the duck was a carnivore like eagle, what body features will it have? Draw and add them. ഇപ്പം eagle എന്താണ്? Eagle is a carnivore. Eagle is a കാർണിവോർ ആണ്. ഓക്കെ, ഈ ഡക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒംനിവോർ ആണ്. ഓക്കെ, ഒംനിവോർ ആണ്. അപ്പൊ ഈഗിളിൽ കാർണിവോറിന് തിന്നണമെങ്കിൽ ദേ ഹാവ് വാട്ട്? ഷാർപ്പ് പോയിന്റഡ് ബീക്സ് ഉണ്ടാവും. അപ്പൊ ഡക്കിന്റെ ബീക്സ് എങ്ങനെയായിരിക്കണം? ഷാർപ്പ് ഇതേപോലെ പോയിന്റഡ് ആയിട്ടുള്ള ബീക്സ് ആക്കി മാറ്റണം. ഓക്കെ, അത് കാർണിവോർ ആവണമെങ്കിൽ. അതേപോലെ ഇതിന്റെ ലെഗ്സ് എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ഷാർപ്പ് ക്ലോസ് ആയിരിക്കണം. ഓക്കെ, ഷാർപ്പ് ക്ലോസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മീറ്റ് ഹോൾഡ് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ലെഗും ഇതേപോലെ ഡക്കിന്റെ ഷാർപ്പ് ബീക്സും വരച്ചു കഴിഞ്ഞാൽ ഡക്ക് കാർണിവോർ ആകും. ഓക്കെ, പക്ഷെ ഡക്ക് ശരിക്കും എന്താണ്? ഒംനിവോർ ആണ്. അപ്പൊ നമ്മളിവിടെ ഇമാജിൻ ചെയ്ത് വരയ്ക്കാനാണ് പറയുന്നത്. സാധാരണ ഡക്കിന്റെ ലെഗ്സ് എങ്ങനെയാണ്? അതിന് വെബ്ഡ് ലെഗ്സ് ആണ്. വെബ്ഡ് ലെഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സിം ചെയ്യാനുള്ള ലെഗ്സ് ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ ലെഗ്സ് എപ്പോഴും ഇങ്ങനെ വെബ്ഡ് ലെഗ്സ് ആയിരിക്കും. ഓക്കെ, വെബ്ഡ് ലെഗ്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൽ ഈ ലെഗ്സ് ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സിം ചെയ്യാൻ പറ്റും. ഇതാണ് നോർമൽ ഡക്കിന്റെ കാല്. ഇപ്പൊ അതിനെ കാർണിവോർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ലെഗ്സ് എന്ത് ചെയ്യണം? ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ലെഗ്സ് ആക്കണം. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. ആർ ദ ബട്ടർഫ്ലൈസ് അറൗണ്ട് us ഓഫ് ദ സെയിം സൈസ് ആൻഡ് കളർ? നിങ്ങളുടെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈസ് എല്ലാം സെയിം സൈസും സെയിം കളർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? ഒരിക്കലുമല്ല. ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് പാറ്റേൺസും ഉള്ള ബട്ടർഫ്ലൈസ് ആണ്. ഒബ്സർവ് the butterflies in your surrounding and find the similarities and differences. നിങ്ങളുടെ പരിസരത്തുള്ള ബട്ടർഫ്ലൈസിനെ നോക്കിയിട്ട് അതിന്റെ സിമിലർ ക്യാരക്ടേഴ്സും ഡിഫറൻസസ് എന്താന്ന് നോട്ട് ഡൗൺ ചെയ്യുക. കളക്ട് പിക്ചേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ബട്ടർഫ്ലൈ ആൽബം. അപ്പോൾ കൂട്ടുകാരോട് എന്താണ് പറയുന്നത്? ഒരു ബുക്ക് എടുത്തിട്ട് ഒരു ബട്ടർഫ്ലൈ ആൽബം ആണ് ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈസിന്റെ ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് അതിന്റെ സിമിലാരിറ്റി എന്താ, ഡിഫറൻസ് എന്താന്ന് എഴുതുക. അങ്ങനെ കുറേ ബട്ടർഫ്ലൈസിനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താവും? ഒരു ബട്ടർഫ്ലൈ ആൽബമായി മാറും. ഓക്കെ, next, visit any one place like pond, field, forest or grassland near your school. Write the names of various creatures you identified. Prepare an observation note on any two of such creatures. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അടുത്തുള്ള കുളത്തിലോ ഫീൽഡിലോ കാട്ടിലോ ഗ്രാസ് ലാൻഡ്സിലോ വിസിറ്റ് ചെയ്യുക. സ്കൂളിന്റെ അടുത്തുള്ള ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ എന്താണ്? അവിടെയുള്ള വേരിയസ് ക്രീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ഓൺ. അതിലപ്പം നിങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു കുളത്തിലേക്ക് പോയി. അപ്പോൾ ആ കുളത്തിൻ്റെ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കുളത്തിൻ്റെ അവിടെ എന്തൊക്കെ ബേർഡ്സ് കാണും, ബട്ടർഫ്ലൈസ് കാണും, പിന്നെ ചിലപ്പോൾ ഫിഷസിനെ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തവളേനെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറേ ക്രീച്ചേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നിന്ന് ഏതെങ്കിലും 2 ക്രീച്ചേഴ്സിനെ പറ്റിയിട്ട് ഒരു ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കൂട്ടുകാർ തയ്യാറാക്കുമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോ ഈ ചാപ്റ്റർ യൂണിറ്റ് 2 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം. ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നതെന്ന്. മെയിനായിട്ട് ഹെർബിവോർ എന്താണെന്ന് പഠിച്ചു, ഒംനിവോർ എന്താണെന്ന് പഠിച്ചു, കാർണിവോർ എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. കൂട്ടുകാരൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഓർത്ത് നോക്കിക്കേ. ഒംനിവോറിന്റെ എക്സാമ്പിൾ എന്താ, കാർണിവോറിന്റെ എക്സാമ്പിൾ എന്താ, ഹെർബിവോറിന്റെ എക്സാമ്പിൾ എന്താ. ഓക്കെ, കാർണിവോറിന്റെ ടീത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്, അവരുടെ ക്ലോസ്
എങ്ങനെയാണ് ഇരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് ബട്ടർഫ്ലൈസിനെ പഠിച്ചു. കേരളത്തിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ, സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ, ഒഫീഷ്യൽ ബട്ടർഫ്ലൈ. ഓക്കെ, ഇത് മൂന്നും പഠിച്ചു. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. താങ്ക് യു സോ മച്ച്.